ഇന്ന് നമ്മൾ വേറൊരു സ്പെഷ്യൽ സെഷനിലേക്കാണ് കടക്കുന്നത്. യു അല്ലെങ്കിൽ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രായത്തിൽ ഈ എത്തിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പലരായിട്ട് മോൾഡ് ചെയ്തിരിക്കുന്നതാണ്, അല്ലേ? നമ്മളുടെ പേരൻസ്, ടീച്ചേഴ്സ്, അതിനുശേഷം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മുടെ സമൂഹം, ഇവരെല്ലാവരും കൂടിയാണ് നമ്മളാക്കി മാറ്റിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ, പേപ്പർ, അത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മളായി മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, നമ്മൾ എത്ര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എന്ത് വ്യത്യാസം വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ യു എന്നുള്ള ഇത് നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി എത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മളായി മാറ്റിയിരിക്കുന്നത്. ഈ കാലം നമ്മൾ എന്ത് പ്രായക്കാരാണോ ആ പ്രായം വരെ നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്, നമ്മൾ ഫീൽ ചെയ്ത്, ടേസ്റ്റ് ചെയ്തത്, അതുപോലെ സ്മെല്ല് ചെയ്ത്, ഇതെല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത്. എത്ര പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തുണ്ടെന്നുള്ളത് ഒന്ന് നോക്കുക. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണു വഴി നമ്മൾ കാണുന്നതാണ്, നമ്മുടെ സൈറ്റ്. നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പലതും നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യുന്നത്, നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്തിരിക്കുന്നു, നമ്മളാക്കിയിരിക്കുന്ന ഏത് രീതിയിലാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മളെ എഫക്ട് ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ തന്നിരിക്കുന്നത്, നമ്മൾ എന്ത് കാണുന്നു അത് നമ്മുടെ തോട്ട്സിലേക്കാണ്, നമ്മുടെ ചിന്താഗതിയാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ വഴി നമ്മൾ കാണുമ്പോഴാണ് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കണ്ട കാര്യങ്ങള് പലതും തുടർച്ചയായിട്ട് കാണുമ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മളുടെ ഈ ബ്രെയിനിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഫീഡിംഗ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. നമ്മൾ ചെറുപ്പം മുതൽ കണ്ട കാര്യങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കടക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്തു, നമ്മൾ എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് എവിടുന്നൊക്കെയാണ് കിട്ടിയ? സോഷ്യൽ മീഡിയ, ന്യൂസ്, വീഡിയോസ്, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ എമോഷൻസ്, നമ്മുടെ ആ ഒരു വികാരത്തെ അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ നെഗറ്റീവ് വിഷ്വൽസ്, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് ഭയമുണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ഈ കാണുന്നത് കൊണ്ട് നമ്മൾ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി, ന്യൂസ് വഴി, വീഡിയോസ് വഴി ചെറുപ്പത്തില് പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, അതിനുശേഷം നമ്മൾ ജോലി ചെയ്ത സ്ഥലം, നമ്മുടെ അയൽക്കാരും, ബന്ധുക്കൾ, ഇവരെല്ലാവരും പറയുന്നതും അവര് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ്. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയാണ്. കൊച്ചുകുട്ടികളെ നമ്മൾ ഒരിക്കലും പറഞ്ഞ് അനുസരിപ്പിക്കുക നമുക്ക് സാധിക്കില്ല. അവർ ശരിക്കും കണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. പേരൻസ് എന്ത് കാണുന്നു അതാണ് അവർ കോപ്പി ചെയ്യുന്നത്. നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറയുന്നില്ല, പറഞ്ഞാൽ അവരനുസരിക്കില്ല, പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയും. അവർക്ക് ആ ചെവിയല്ല അവരെ കൂടുതൽ എഫക്റ്റീവ്, അവരുടെ കണ്ണുകളാണ്. നമ്മുടെ പേരൻസ് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇതിനെ കോപ്പി ചെയ്തിട്ടാണ് ഒരു കുഞ്ഞു കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റാണ്, നമ്മൾ കാണുന്നതാണ്. ആ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അത് റിയൽ ലൈഫിൽ ആണ് അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു? വാച്ചിങ് സക്സസ്, ഒരു വിജയം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു മോട്ടിവേഷനാണ്. നമ്മളുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു വിജയിച്ചു കഴിയുമ്പോൾ നമുക്ക് അതുപോലെ ആകണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തോന്നും. ഒരു സക്സസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. മറ്റുള്ളവരുടെ സക്സസ്, നമ്മുടെ സക്സസ് മാത്രമല്ല, നമ്മുടെ സക്സസും അങ്ങനെയാണ്. കൊച്ചുകുട്ടി കമന്ന് കിടന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു സക്സസ് ആണ്. അതൊക്കെ അപ്പൊ അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു മറ്റുള്ളവരുടെ സക്സസ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സക്സസ്, നല്ല ആവേശത്തോടു കൂടി അച്ഛനോ അമ്മയോ ഒരു സക്സസ് പറയുമ്പോൾ അത് കുട്ടിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെ എന്തൊക്കെ കണ്ടു അതെല്ലാം, അതിനകത്ത് സക്സസ് കാണുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നു. പക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരുന്ന അത് സമയത്ത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അത് കുട്ടിയായിരിക്കുമ്പോഴാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ എപ്പോഴും വാച്ച് പോസിറ്റീവ്, ഗ്രോത്ത് ഓറിയന്റഡ് കണ്ടന്റ്, വിഷ്വലൈസ് യുവർ സക്സസ്.
ആ വിഷ്വലൈസേഷൻ, ആ സക്സസിന്റെ വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ഈ എക്സർസൈസിന് ശേഷം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അത് ആ പോസിറ്റീവായിട്ട് കാണുന്നതെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് ഉണ്ടാവുന്ന നമ്മൾക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു റിമോട്ട് കൺട്രോൾ ആണ്. നമ്മുടെ കണ്ണാണ് നമ്മളുടെ ഒരു റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാം കാണുന്നതനുസരിച്ച് നമ്മളുടെ വികാരങ്ങൾ വ്യത്യാസം വരുന്നുണ്ടാവും. സോ ആ കാഴ്ച, പഞ്ചേന്ദ്രിയത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനുശേഷം നമുക്ക് അടുത്തത് എന്താണ് എന്ന് നോക്കാം. കാഴ്ച ആദ്യമേ നമ്മൾ കാണുന്നത്, അതിനുശേഷം വരുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെവിയിൽ കൂടി കേൾക്കുന്ന കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേൾക്കുന്നത്, വേർഡ്സ് യു ഹിയർ ബിക്കംസ് ബിലീവ്. നമ്മൾ കേൾക്കുന്നത്, നമ്മൾ റിപ്പീറ്റഡ്ലി, ഇതിപ്പോ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഒരു നുണയാണെങ്കിലും ഒരാൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ വിചാരിക്കുക സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു ക്രിറ്റിസിസം. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് താഴും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ധാരണ നമുക്ക് എന്തോ കുറവ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, സോഷ്യോപ്രീനിയൽ വരുന്ന ആളുകൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വയം ചിന്തിച്ച് നമ്മുടെ ലോജിക്കായിട്ട് നമ്മൾ ഒരു നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള നിലയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ, നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ, ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ്, നമ്മളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ അത് അല്ല എന്ന് നമ്മുടെ മനസ്സ് തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള മനസ്സില്ലാത്ത വ്യക്തികളാണ് മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ തളർന്നു പോകുന്നത്. എന്തുകൊണ്ട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മറ്റുള്ളവരെ കൊച്ചാക്കി കാണിച്ച് വലുതാകുന്ന ഒരു സിറ്റുവേഷനാണ് പലർക്കുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് വളരാൻ സാധിച്ചില്ല. അപ്പോ അവരെ സംബന്ധിച്ച് മറ്റുള്ളവര് എന്നെക്കാളും മോശമാണെന്ന് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത്, ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെക്കാളും കഴിവുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അവനവന് സ്വയം വലുതാകാൻ കഴിവില്ലാത്ത വ്യക്തികളാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതല്ല എന്ന് നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു കോൺഫിഡന്റോടുകൂടി നിന്ന് കഴിയുമ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. അവിടെയാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി, നമ്മളുടെ ആ കോൺഫിഡൻസ് വലുതാക്കുകയും ഒരാള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വരെ ചിന്തിക്കാനുള്ള കഴിവിലേക്ക് നമ്മൾ ആകണം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് വഴിയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു പോസിറ്റീവ് വേർഡ്സ് കേൾക്കുമ്പോൾ എന്താണ്, നമ്മൾ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആവും. ഒരു വ്യക്തി പറയാണ് നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് അന്ന് വരും. അതേസമയം നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ കുറ്റം പറയും. ഇത് സെയിം കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും എപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ കുട്ടിയെ നീ ചെയ്തത് വളരെ നല്ലതാണ്, അപ്പൊ തന്നെ നല്ലതാണെന്ന് പറയാം. എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൊക്കി പിടിച്ചോട്ട് അത് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. എന്തെങ്കിലും തെറ്റിയെന്ന് ഇപ്പൊ ചെറുപ്പക്കാരെ കുട്ടികൾ, ടീനേജ് ആയ കുട്ടികളെ സംബന്ധിച്ച്, കൊച്ചു കുട്ടികൾ അവരൊന്നും മിണ്ടില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞ ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കുട്ടികൾ പിന്നെ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ ചെറിയ കുട്ടികൾ നടക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ എപ്പോഴും എവിടെയെങ്കിലും പൊക്കമുള്ള സ്ഥലത്ത് അവർ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ കുട്ടിയുടെ പ്രവൃത്തി എന്താണ്, കാല് പിന്നെ പൊക്കാൻ. ആ കാല് പൊക്കി ഇപ്പൊ ജനൽ കമ്പികളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അവരുടെ അടുത്ത കാല് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ കൈ മുകളിലേക്ക് പിടിച്ചിട്ട് അടുത്ത കാല് പൊക്കി അടുത്ത കമ്പിയിൽ വയ്ക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ കാണുമ്പോൾ എന്താണ്, ആ കുട്ടി എങ്ങനെ വീണെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉടനെ എന്ന് വിളിച്ച് ആ കുട്ടി, അപ്പൊ ചിലപ്പോൾ കുട്ടി കൈ വിടും.
അതേസമയം അങ്ങനെ ഒരു കുട്ടി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അരികത്ത് പോയി നിന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. ആ കയറുന്നത് ഓരോന്ന് കയറി കയറി വരുമ്പോൾ ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്റ്റെയർ കേസ്, നമ്മൾക്ക് 2 നിലയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്, കുട്ടികളൊക്കെ നീന്താൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടികൾ കാണുന്നുണ്ട്, എല്ലാവരും മുകളിലേക്ക് പോകുന്നുണ്ട്, എനിക്കെന്തുകൊണ്ട് പോയി കൂടാ എന്ന് വിചാരിച്ച് ആ കുട്ടി നീന്തി നീന്തി ആ സ്റ്റെയർ കേസിൽ പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങും. ആ കയറാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അവരെന്താ സാധാരണ ചെയ്യുന്നത്, കയറി കഴിഞ്ഞാൽ അവർക്കറിയാം ആ പ്രകൃതി ഒരു കഴിവ് തന്നിട്ടുണ്ട്. അവർ ഒരു ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടി ഒരിക്കലും പുറകോട്ടിരിക്കില്ല. അതേസമയം നമ്മൾ പുറയുന്ന എന്നൊന്ന് പേടിപ്പിച്ച് കഴിയുമ്പോൾ ആ കുട്ടി നേരെ പുറകോട്ടേക്ക് ഇരിക്കും, വീഴും. അതേസമയം നമ്മൾ ചിരിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പടി കഴിഞ്ഞാൽ ചിരിഞ്ഞ് ആ കുട്ടിക്ക് ഇരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് അവിടെ മുതലാണ് നമ്മളെ ക്രിട്ടിസൈസ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും വളർന്നു വന്നിരിക്കുന്നത്. അതേസമയം വളരെ ചെറുപ്പം, എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറുമ്പോൾ ഒരു പേരൻസും പറയില്ല നീ മരത്തെ കയറരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് വലിയൊരു മരത്തിൽ കയറുന്നത് വളരെ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അപ്പൊ ആ പ്രകൃതി നമ്മൾക്ക് തന്നിട്ട് മരത്തെ കയറുമ്പോൾ കമ്പ് ബലമുള്ളതാണോ അതേ പിടിക്കണം, എന്നിട്ട് അപ്പുറത്ത് കാല് വെക്കണം, അതൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ഒന്നിനും അനുവദിക്കാത്ത ഒരു അവസ്ഥ, ആ ആ അവസ്ഥയിലാണ് കുട്ടികൾക്ക് ഒരു കഴിവില്ലാതായി പോകുന്നത്. അപ്പൊ നമ്മളും ആ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, പ്രായമായി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുറവാണ്, അദ്ദേഹത്തിന് എന്തോ കുറവുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഈ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ്, ഗോസിപ്പ്, കംപ്ലൈൻസ് ഇതെല്ലാം വരുന്നത് വഴിയാണ് നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോ അതൊരു മെന്റൽ പൊല്യൂഷനാണ്. നമ്മൾ ശുദ്ധവായു ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ കംപ്ലൈൻസ് കേൾക്കുക. ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ല 80% ആൾക്കാർ ഈ കരഞ്ഞുകൂവികളാണ്. മറ്റുള്ളവർ എനിക്കെല്ലാം ചെയ്തു തരണം, എനിക്കെല്ലാം ഇങ്ങോട്ട് കിട്ടണം, ഞാനൊന്നും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് 80% ആളുകൾ സമൂഹത്തിലുള്ളത്. അപ്പൊ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് കേൾക്കും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവരെ കേൾക്കും. ആ ഗോസിപ്പ് എന്നൊക്കെ പറയുന്നതും കംപ്ലൈന്റും ഇതെല്ലാം നമ്മൾ ഒരു മെന്റൽ പൊല്യൂഷനാണ്. നമ്മുടെ ചെവിയിൽ കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് കടക്കുന്ന ഒരു മെന്റൽ പൊല്യൂഷനാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതേസമയം മോട്ടിവേഷണൽ സ്പീക്ക്, അതായത് മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള, അപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ പറയുന്നുള്ളൂ, സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടുപിടിച്ച് അത് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഇതെല്ലാം നോക്കിയിരുന്ന് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ലിസൺ ടു പോസിറ്റീവ് പീപ്പിൾ, യൂസ് അഫർമേഷൻ ഡെയിലി. നമ്മൾ തന്നെ നമ്മളോട് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ നിന്ന് മാറി നമ്മൾ തന്നെ നമ്മളോട് പോസിറ്റീവ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും അവസാനം മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ആ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു, അത് എന്റെ രീതിയിൽ ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് എനിക്ക് ഇന്ന കഴിവുണ്ട് എന്ന് ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ പറയാ ഞാൻ ഹെൽത്തിയാണ്, നല്ല ഹെൽത്തിയാണ്, അതിൽ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഞാൻ നല്ല സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. അത് അത് നമ്മൾ തന്നെ സ്വയം പറയുമ്പോൾ, നമ്മൾ ഉറക്കെ പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ കൂടിയും കേൾക്കും, നമ്മുടെ ഇതിലേക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ സാധിക്കും. വാട്ട് യു ഹിയർ റിപ്പീറ്റഡ്ലി ബിക്കംസ് യുവർ ഇന്നർ വോയിസ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിന് കേട്ട് 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 വന്നു കഴിയുമ്പോൾ അതൊക്കെയാണ് ശരി. ഞാൻ ഒരിക്കൽ പറഞ്ഞതെന്ന് കരുതുന്നു, നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസംഗത്തിന് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അവർ പറയുന്ന കറക്റ്റ്. കാരണം മറ്റുള്ളവരുടെ വാചാലത, അവർക്ക് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് അവർ ശരിയാണോ പറയുന്നത്, നുണയാണോ പറയുന്നത് എന്ന് പോലും നമ്മൾക്ക് തോന്നാത്ത രീതിയിൽ അവർ പറഞ്ഞ് ഫലിപ്പിക്കും. അപ്പൊ നമ്മൾ റിപ്പീറ്റഡായിട്ട് പലരും പറയുന്ന കേൾക്കുമ്പോൾ അതാണ് ഈ ലോകത്തിലെ ശരി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്നർ വോയിസ്, മറ്റുള്ളവർ പറയുന്നതിന്റെ ഇന്നർ വോയിസ് എന്താന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോ ശരിയായ നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർ നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല കാര്യങ്ങൾ പറയുന്ന പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു.
ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. ആ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഡെയിലി കേൾക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്മെല്ലാണ്. ഈ സ്മെല്ലൊക്കെ എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്നു അതും വളരെയധികം. ഇപ്പൊ വളരെ വൃത്തികെട്ട സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള മൈൻഡ് സെറ്റ്. ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സ്മെല്ല്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന കാര്യങ്ങളാണ് നമ്മളാക്കി വെച്ചിട്ടുള്ളത്. ചെറുപ്പം മുതൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കടന്ന കാര്യങ്ങൾ. സ്മെൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു മെമ്മറി ആൻഡ് എമോഷൻസ്. സി, പലതരത്തിലുള്ള സ്മെല്ലുകളുണ്ട്. ഇപ്പൊ certain സ്മെൽസ് ക്യാൻ കാം ആൻഡ് ഡിസ്റ്റർബ് യുവർ മൈൻഡ്. ചിലത് നമ്മളെ കാമാക്കും, ചിലത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം പറയുന്നില്ലേ, ചില വൃത്തികെട്ട സ്മെല്ല് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുഖം ചുളിക്കുന്നതൊക്കെ. അതേസമയം നല്ല പൂക്കളുടെ സ്മെല്ല് വരുമ്പോൾ നമ്മളുടെ മുഖം പ്രസന്നമാകുന്നതാണ്. അപ്പൊ ആ സ്മെല്ല് തന്നെ നമ്മളെ പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന നല്ല സ്മെല്ലും ഉണ്ട്, മോശം സ്മെല്ലും ഉണ്ട്. അത് നമ്മളുടെ സെലക്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നല്ല സ്മെല്ല് നമ്മുടെ സർക്കംസ്റ്റാൻസ്, നമ്മുടെ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയെടുക്കുക. അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഷ് ആയിട്ടുള്ള എൻവോൺമെന്റ്, ക്ലാരിറ്റി ആൻഡ് പീസ് നമുക്ക് നൽകും. ഇപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നല്ല എൻവോൺമെന്റിൽ ഇരുന്ന് ബ്രീത്ത് ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഈ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രകൃതിക്ക് ഒരു നല്ല സ്മെല്ലുണ്ടായിരിക്കും. അത് നമുക്ക് ക്ലാരിറ്റിയും പീസും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നല്ല സ്മെല്ലുകൾ സഹായിക്കും. അതേസമയം കെമിക്കൽ സ്മെല്ലല്ല ഞാൻ പറയുന്ന. പെർഫ്യൂമിന്റെ സ്മെല്ല് നല്ല സ്മെല്ലുകളുണ്ട്, സേഫ് ആയിട്ടുള്ള സ്മെല്ലുകളുണ്ട്. പക്ഷെ ചില പെർഫ്യൂമൊക്കെ എന്ന് പറഞ്ഞാൽ സോപ്പ് തിന്ന മാതിരി ഉള്ള രീതിയിലുള്ള പെർഫ്യൂംസ് ഉണ്ട്, അതല്ല. അതേസമയം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല്, അതെല്ലാം നമ്മളെ ഉണർത്തുന്നതാണ്. ബാഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല. അതെല്ലാം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടിയിട്ട് എന്താ സംഭവിക്കുന്നത്, അത് നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഈ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മളെ വീടാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ക്ലീൻ ചെയ്യുക. കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. യൂസ് നാച്ചുറൽ ഫ്രാഗ്രൻസ്, ഫ്രഷ് എയർ. കാരണം ഞാൻ കാണാറുണ്ട് ആളുകൾ വലിയ കൊട്ടാരങ്ങൾ പണിത് ജനലകളൊക്കെ പിടിപ്പിച്ചിട്ട്, പക്ഷെ ഈ ജനലകൾ തുറന്നിടുന്ന വീടുകൾ 80% വീടുകളുടെയും ജനലകൾ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇപ്പോഴും ശുദ്ധമായ എയർ, ഓക്സിജൻ. ഞാൻ പറയുന്നത് എറണാകുളം പോലുള്ള ചില സ്ഥലത്ത് ഉള്ള സിറ്റുവേഷനിലല്ല പറയുന്നത്. എനിക്ക് പറഞ്ഞ 90% കേരളത്തിലെ വായുവും വളരെ ശുദ്ധമാണ്. അപ്പൊ പകൽ സമയങ്ങളിലെങ്കിലും ഇപ്പൊ കൊതുക് കയറും എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അപ്പൊ അതേസമയം നമ്മൾ പകൽ സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ കൊതുകുകൾ കയറില്ലാന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴാണ് ഈ വിൻഡോസ് എല്ലാം അടയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, ഓക്സിജൻ ഉണ്ടായിരിക്കണം. ആ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്കൊരു ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവണം. ഒരു സൈഡിൽ ഒരു വിൻഡോ തുറന്നിട്ടുണ്ട്, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് എയർ കടക്കില്ല. ഒരു സൈഡിലെ വിൻഡോ തുറന്ന അപ്പുറത്തെ സൈഡിലെ വിൻഡോ തുറന്നാൽ മാത്രമേ ആ എയർ സർക്കുലേഷൻ ഉണ്ടാവുകയുള്ളൂ, ശുദ്ധമായ എയർ വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നത് കഴിവതും നിങ്ങൾ ഓപ്പൺ എയറിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ നിങ്ങൾ വീടിന്റെ ഉള്ളിലാണെങ്കിൽ ചുറ്റുമുള്ള വിൻഡോ ഒക്കെ തുറന്നു വെച്ച് നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. അത് അവിടെ തന്നെ നമുക്ക് വളരെയധികം ഹെൽപ്പ് നമുക്ക് കിട്ടുക. സി, യുവർ എൻവയോൺമെന്റ് സൈലന്റ്ലി ഷേപ്പ് യുവർ എമോഷൻസ്. മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകൾ ഇപ്പോഴും 90 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്നതിന്റെ കാരണം? അന്നൊക്കെ ഇതുപോലെ പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഇത്രമാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാവരും വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് പലതരത്തിലുള്ള പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ ഗുണം അത് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മളെ ഷേപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതൊക്കെ ഇതുവഴിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ സ്മെല്ല് ചെയ്യുന്നതിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ ടേസ്റ്റ്. ടേസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അടുത്തത് എന്ന് പറയുന്നത്. അതിനകത്ത് ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ന്യൂട്രിയൻസിന്റെ ക്ലാസ്സിലൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി. എന്നിരുന്നാലും നമ്മൾ കുറച്ചുകൂടി അതിനെ ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കുക. ഫുഡ് എഫക്ട്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. അത് നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ജങ്ക് ഫുഡ് ലേസിനെസ്സും ലോ എനർജിയിലേക്കും നമ്മൾ കൊണ്ടുപോകും. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് മാത്രം നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ വെൽനെസ്സിനകത്ത്
ന്യൂട്രിയൻസിനെ കുറിച്ച്, പോഷകങ്ങളെ കുറിച്ചുള്ള ഇതിൽ നമ്മൾ എന്തൊക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ ഏത് സമയത്തൊക്കെ കഴിക്കണം, അതിന് ക്വാണ്ടിറ്റി അറിയണം, ഏത് സമയം അറിഞ്ഞിരിക്കണം, അതനുസരിച്ചായിരിക്കണം നമ്മളുടെ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ജങ്ക് ഫുഡ് ലേസിനെസ്സും ലോ എനർജിയിലേക്ക് എത്തിക്കുമെങ്കിൽ ഹെൽത്തി ഫുഡ് ആണെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി നമ്മുടെ മെന്റൽ ക്ലാരിറ്റിയാണ് നമ്മളെ എനർജി ലഭിക്കുന്നത്. ആ ക്ലാരിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള അന്നജം നമ്മുടെ ബ്ലഡിൽ ചെന്ന് ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെയധികം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതുകൂടി മനസ്സിലാവും. സോ ഓവർ ഈറ്റിംഗ് എന്തിലേക്ക് എത്തിക്കും? ഡിസീസ്. ആളുകൾ, അതൊരു ഹാബിറ്റാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത്, നമ്മൾ സാധാരണ കഴിക്കാത്ത സമയത്ത് ഒരു ഭക്ഷണം ഏതെങ്കിലും കഴിച്ചു എന്ന് വിചാരിക്കാം. ഒരു ഏത്തപ്പഴം കഴിച്ചു, ഒരു രാവിലെ ഒരു 10 മണിക്ക് ഒരു ഏത്തപ്പഴം കഴിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു 3-4-5 ദിവസം അത് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 6ാമത്തെ ദിവസം വരുമ്പോൾ നമുക്ക് കറക്റ്റ് 10 മണിയാകുമ്പോൾ നമുക്ക് വിശക്കും. പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അതൊരു ഹാബിറ്റായി മാറി. അതേസമയം അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേസമയം മറ്റുള്ള ഫുഡൊക്കെ കുറച്ചിട്ട് 10 മണിക്ക് ഒരു ഏത്തപ്പഴം കഴിച്ചാൽ കുഴപ്പമില്ല. രാവിലെ നല്ല പുഷ്ടാംഗ ഭോജനം ചെയ്യുക, സമൃദ്ധമായി ഭക്ഷണം കഴിച്ചിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മളുടെ ഇതനുസരിച്ച് നമ്മളുടെ എത്ര കലോറി കഴിക്കുന്നുണ്ട്, എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ടേസ്റ്റ് മാത്രമല്ല എന്നുകൂടി മനസ്സിലാക്കും. കൺട്രോൾഡ് ഈറ്റിംഗ് നമ്മളെ ലോങ് ലൈഫിലേക്ക് കൊണ്ടുപോകും. കൺട്രോൾഡ് ഈറ്റിംഗ്, ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? അറിഞ്ഞുകൊണ്ട് കഴിക്കുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക എന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ അറിഞ്ഞുകൊണ്ട് കഴിക്കുക. കഴിവതും സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം. ഏറ്റവും ആദ്യത്തെ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ വായിൽ വെച്ചാണ്. അപ്പൊ ശരിക്കും ചവച്ചരയ്ക്കുന്ന സമയത്ത് കൂടുതൽ മാക്സിമം സലൈവ കൂടി മിക്സ് ചെയ്താൽ മാത്രമേ വായിൽ തന്നെ കുറെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടും. നമുക്കറിയാലോ, ഈ തമ്പാക്ക് കഴിക്കുന്നവരൊക്കെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാർ മെഡിസിൻ നാക്കിന്റെ അടിയിൽ വെക്കുന്നത് പെട്ടെന്ന് ബ്ലഡിലേക്ക് കയറാൻ വേണ്ടിയാണ്. അപ്പൊ ചില ന്യൂട്രിയൻസ് ഒക്കെ വായിൽ വെച്ച് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. ഇത് വെറുതെ വെട്ടി വിഴുങ്ങി കഴിഞ്ഞാൽ ചില ന്യൂട്രിയൻസ് നമ്മുടെ സ്റ്റൊമക്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. വായിൽ തന്നെ അബ്സോർബ് ചെയ്യേണ്ട ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും ചവച്ചരച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺട്രോൾ യുവർ ടങ്, കൺട്രോൾ യുവർ ഹെൽത്ത്. ആ ടങ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ രീതിയിൽ സംസാരം അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ടേസ്റ്റിനെ കുറിച്ചുള്ള ഇതെങ്കിൽ അടുത്തത് എന്താണെന്ന് കൂടി നോക്കാം. ഓരോന്നും എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ്. ഇനി അടുത്തത് പറഞ്ഞ സ്പർശനമാണ്, നമ്മളുടെ ടച്ച്. നമ്മുടെ സ്കിന്നിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ടച്ച്. അതിനകത്ത് നല്ല ടച്ച് ഉണ്ട്, ബാഡ് ടച്ച് ഉണ്ട്. അതെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയെന്ന് നോക്കാം. ടച്ച് എഫക്ട്സ് യുവർ എമോഷൻ ഡീപ്ലി. അത് പറഞ്ഞാൽ നമ്മൾ തൊടുമ്പോൾ ചില ആളുകൾക്ക് ഒരു കംഫർട്ട് ലഭിക്കും, ചില ആളുകൾക്ക് ഇറിറ്റേഷൻ വരും, ചില ആളുകൾക്ക് സ്നേഹം തോന്നും, കെയർ ചെയ്യുന്നതായിട്ട് തോന്നും, ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് വീണ് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വടിയിലെടുത്തിട്ട് എവിടെയാണ് മുട്ടിയെന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കൈകൊണ്ട് തടവൂലേ? ആ കൈകൊണ്ട് തടവുമ്പോൾ ആ ഒരു എനർജി അവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ ഒരു രോഗിയായിട്ട് കിടക്കുന്ന വ്യക്തിയെ ചെന്നിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ തലയിലൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജി ഡൗൺ ആണ്. അതേസമയം നമ്മൾ കാണാൻ പോകുന്നവർക്ക് എനർജി ഹൈ ആണ്. എപ്പോഴും എനർജി ഹൈ ആയ സ്ഥലത്ത് നിന്ന് ലോ ആയ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എനർജി നമ്മളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റേ ആളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ. ഞാൻ പറയാറുണ്ട്, കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ, ടീനേജ് ആയി കഴിഞ്ഞാൽ പിന്നെ പേരൻസ് അവർ തൊടുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അടിക്കാൻ വേണ്ടിയാണ് തൊടുന്നത്. ഞാനത് പറയാറുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ അച്ഛൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, ആൺകുട്ടികളാണെങ്കിൽ അമ്മ ഇടയ്ക്കൊന്ന് ചേർത്ത് പിടിക്കണം. ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ടച്ച് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയോ തൊടുകയോ ചെയ്തില്ലെങ്കിൽ അവർ എവിടെ സ്പർശനം കിട്ടും എന്ന് നോക്കി അവർ പോകുന്നുണ്ടാവും ടീനേജ്. അപ്പൊ ടീനേജ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ടാവും. റിയൽ ലൈഫ് ഇമ്പാക്ട് എന്ന് പറയുന്ന ഈ സ്പർശനത്തിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ആ കംഫർട്ട് ലഭിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതുവഴി നമ്മുടെ സ്ട്രെസ്, ബോഡി ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, റിലാക്സ് ചെയ്യാൻ സാധിക്കും,
യോഗ, പീസ്, ഇതെല്ലാം നമ്മൾക്ക് അത് നമ്മൾ ഫീൽ ചെയ്യാണ്. ഞാൻ ഒരു നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് ഫീൽ ചെയ്യുക. നമ്മുടെ സ്കിന്നിലാണ് ഒരു കാറ്റ് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രീസ്, ആ ഒരു ചെറിയ ഇളം കാറ്റ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മളെ വളരെയധികം help. അപ്പൊ അത് സന്തോഷത്തോടെ ഫീൽ ചെയ്യണം. ഇനി നിങ്ങളൊന്ന് വെയിലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ സമയത്തൊന്ന് വെയിലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ, ഓ ഇതെന്തോ ഒരു വെയിലാണ്, എന്തോ ഒരു ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചൂട് കുറയാൻ പോകുന്നില്ല. അപ്പൊ അതങ്ങോട്ട് അനുഭവിക്കുക. അത് നല്ലതാണ്. പ്രകൃതി ചൂടും തണുപ്പും മഴയും ഒക്കെ തന്നിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുക. ഈ വെയിലത്തൊന്നും ഇറങ്ങാതിരിക്കുമ്പോഴാണ് നമുക്ക് ചില വൈറ്റമിൻസിന്റെ കുറവ് സംഭവിക്കുന്നത്. ചില വൈറ്റമിൻസ് ഫുഡിൽ നിന്ന് ലഭിക്കില്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പൊ അതെല്ലാം ഒന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വീടിന്, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോയിരിക്കുക, അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറിയിരിക്കുക, TV കണ്ടിരിക്കുക, മൊബൈൽ നോക്കിയിരിക്കുക. ചെയ്യാ നമുക്ക് എപ്പൊക്കെ സമയം കിട്ടുന്നു ഒന്ന് വെളിയിൽ ഇറങ്ങി ഒന്ന് ഫീൽ ചെയ്യുക. ചൂടാണെങ്കിൽ ചൂട് ഫീൽ ചെയ്യുക, മഴയാണെങ്കിൽ മഴയത്തൊന്ന് ഇറങ്ങുക. അതൊക്കെ കാണുമ്പോൾ കുട്ടികളെ ഇറക്കുക. ഇത് മഴയത്തും ഇറക്കില്ല, മണ്ണിലും കളിക്കാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് ഏത് ചെറിയ കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ തന്നെ അവർക്ക് അസുഖം വരുന്നു. നമ്മൾ ഇതൊക്കെ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ടച്ച് എന്ന് പറയുന്നത് വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ടാവും. പ്രാക്ടീസ് യോഗ, ബ്രീത്തിങ് ആൻഡ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ഡിസിപ്ലിൻ. ആ ഫിസിക്കൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത്. സോ യുവർ ബോഡി സ്പീക്സ് ത്രൂ സെൻസേഷൻസ്, ലിസൺ ടു ഇറ്റ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് സമയത്താണ് എപ്പോഴും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ, ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. സങ്കടം വരുമ്പോഴാണെങ്കിൽ ഒന്ന് അനുഭവിക്കുക. അതിനെന്താണ്, ഇതെല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ആ സെൻസേഷൻ നമ്മൾ അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ആ സെൻസേഷൻ കൂടുതൽ ആക്റ്റീവ് ആവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് പഞ്ചേന്ദ്രിയം കൂടി ചെല്ലുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യുന്നത്. നമ്മളായിരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ഇതിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ഈ 5 കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിനകത്ത് ലഭിച്ചിരിക്കുന്നത്. സോ കാണുന്നത്, കേൾക്കുന്നത്, സ്മെല് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളിൽ കൂടിയാണ് നമ്മളായി മാറിയിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മളുടെ കാഴ്ചയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ സഹായിക്കുന്നത്. അതൊരു പറയല്ലേ, ഒരു റിമോട്ട് കൺട്രോൾ ആണ് നമ്മുടെ കണ്ണ്. അപ്പൊ നമ്മൾ എന്ത് കാണണമെന്ന് നമ്മൾ നിശ്ചയിക്കണം, നമ്മൾ എന്ത് കേൾക്കണം എന്ന് നമ്മുടെ കയ്യിലായിരിക്കണം കൺട്രോൾ, എന്ത് സ്മെല്ല് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കണം, എന്ത് ടേസ്റ്റ് ചെയ്യണം, അത് എന്ത് ഫുഡ് കഴിക്കണം ഉള്ളതും നമ്മളുടെ കയ്യിലായിരിക്കണം കൺട്രോള്. അതുപോലെ തന്നെയാണ് എവിടെ ടച്ച് ചെയ്യണം, നല്ല ടച്ച് ഏതാണ്, ബാഡ് ടച്ച് ഏതാണ്, ഫീൽ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മളുടെ കൺട്രോളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മളുടെ മൈൻഡ് സ്ട്രോങ് ആക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. സോ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ.